കോച്ച് നമ്പർ D2, ട്രെയിൻ നമ്പർ 08551 ഇംഗ്ലീഷിലും ഹിന്ദിയിലും തെലുങ്കിലും ഡിസ്പ്ലേയിൽ കാണിക്കുന്നു. ഇത് വിശാഖപട്ടണം റെയിൽവേ സ്റ്റേഷൻ. ഇന്ത്യയുടെ കിഴക്കൻ തീരമേഖലയിലുള്ളവർ വാനോളം പുകഴ്ത്തി പറയുന്ന ഒരു ഹിൽ സ്റ്റേഷനിലേക്കാണ് ഇന്നത്തെ എൻ്റെ പ്രയാണം. ഊട്ടിയിലെ പോലെ ടോയ് ട്രെയിൻ അല്ല, ആധുനിക ട്രെയിൻ തന്നെ. ഫസ്റ്റ് ക്ലാസ്സിൽ ഒരു വിസ്താഡോം AC കോച്ചും ബാക്കി സാധാരണ കമ്പാർട്ട്മെൻറ്റുകളും. 2 ജനറൽ കമ്പാർട്ട്മെൻറ്റ് ഒഴികെ എല്ലാ സീറ്റും മുൻകൂർ ബുക്ക് ചെയ്യേണ്ടത്. വിസ്താഡോം കമ്പാർട്ട്മെൻറ്റിനുള്ള പ്രത്യേകത പുറം കാഴ്ചയ്ക്കായി വശങ്ങളിൽ വലിയ ജനൽ ഗ്ലാസുകൾ ഉണ്ടെന്നുള്ളതാണ്. വിശാഖപട്ടണത്തു നിന്നും പുറപ്പെട്ട് ഛത്തീസ്ഗഡിലെ കിരൺദുൾ വരെ പോകുന്ന ട്രെയിൻ. ശരാശരി നിലവാരം പോലുമില്ലാത്ത കോച്ചുകൾ. റിസർവേഷൻ എടുത്താലും ജനറൽ കമ്പാർട്ട്മെൻറ്റിനേക്കാൾ മോശം അവസ്ഥയാണ് ട്രെയിൻ പുറപ്പെടുമ്പോൾ. ടിക്കറ്റ് പരിശോധകരുടെ പേടിപ്പെടുത്തലുകളൊന്നും ഇവിടെ ചിലവാകില്ല. 6:30 പുറപ്പെടേണ്ട ട്രെയിൻ 7:35, 1 മണിക്കൂറിലധികം വൈകിയാണ് പുറപ്പെട്ടത്. 131 കിലോമീറ്റർ സഞ്ചരിക്കാൻ റെയിൽവേയുടെ സമയദൈർഘ്യം 4 മണിക്കൂർ. വെറുതെയല്ല, അനവധി മലകൾ കടന്ന് 58ഓളം ടണലിലൂടെയാണ് യാത്ര. റെയിൽപാത ഒറ്റവരി ആയതിനാൽ പല സ്റ്റേഷനുകളിലും ക്രോസിങ്ങിനായി പിടിച്ചിടുമെന്നാണ് അറിയുന്നത്. വിശാഖപട്ടണത്തു നിന്നും പുറപ്പെട്ട് ബോറ കേവ്സിലേക്ക് പോകാനുള്ള സ്റ്റേഷൻ വരെ 37 ടണലുകളുമുണ്ട്. മാത്രമല്ല, റെയിൽവേ ലൈനിൽ ഹെയർപിൻ വളവുകളെപ്പറ്റി കേട്ടിട്ടുണ്ടോ? അതെ, ഈ റൂട്ടിൽ യാത്ര ചെയ്യുമ്പോൾ മലകൾക്കിടയിലൂടെ 8 ഹെയർപിൻ വളവുകളുണ്ട്. നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, പ്രയാണത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രയാണം തുടരുന്നു വിശാഖപട്ടണത്തു നിന്നും പ്രശസ്തമായ അരക്കുവാലി എന്ന ഹിൽ സ്റ്റേഷനിലേക്ക്. വേഗത്തിൽ സഞ്ചരിക്കുന്ന മൗണ്ടൻ ട്രെയിൻ. ഊട്ടിയിലെ ടോയ് ട്രെയിനിൽ നിന്നും വ്യത്യസ്തമായ അനുഭവം. ട്രെയിൻ മല കയറി തുടങ്ങിയിരിക്കുകയാണ്. ഇനിയാണ് ടണലുകളും ഹെയർപിൻ വളവുകളും. ചില ഭാഗങ്ങളിൽ ട്രെയിൻ എത്തുമ്പോൾ കൊങ്കൺ റെയിൽവേ യാത്ര ഓർമ്മ വരുന്നു. കൊങ്കൺ കഴിഞ്ഞാൽ ഏറ്റവും അധികം തുരങ്കങ്ങൾ ഇവിടെയാണോ എന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. എന്തെന്നാൽ കണക്കനുസരിച്ച് ഇവിടെ 58 തുരങ്കങ്ങളുണ്ട്. മറ്റൊന്ന്, വശങ്ങളിൽ നിന്നും കല്ലുകൾ പാളത്തിലേക്ക് വീഴാതെ ഇരിക്കാൻ കമ്പി വലകൾ സ്ഥാപിച്ചിരിക്കുന്നു. തുരങ്കത്തിലൂടെയുള്ള യാത്ര തുടങ്ങിയിരിക്കുകയാണ്. യുവാക്കളുടെ ആരവം, അവരുടെ ആവേശം നമുക്കിവിടെ കേൾക്കാൻ സാധിക്കുന്നു. ട്രെയിൻ യാത്ര ചില ഭാഗങ്ങളിൽ അരക്കുവാലിയിലേക്കുള്ള റോഡിന് സമാന്തരമാണ്. അപൂർവമായി മാത്രമുള്ള ചെറിയ ഹോട്ടലുകളുടെയും ചായക്കടകളുടെയും മുമ്പിൽ ധാരാളം വാഹനങ്ങൾ നിർത്തിയിരിക്കുന്നത് കാണാം. നമ്മൾ സഞ്ചരിക്കുന്നത് അനന്തഗിരി മലനിരകളിലൂടെയാണ്. ബോറ ഗുഹകൾ കാണേണ്ടവർ ഈ സ്റ്റേഷനിൽ ഇറങ്ങണം. 260 അടി താഴ്ചയും 2300 അടി ഉയരവുമുള്ള വലിപ്പത്തിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗുഹകളിൽ ഒന്നാണ് ബോറ ഗുഹകൾ. കണ്ടിരിക്കേണ്ട സ്ഥലമെന്നാണ് അടുത്തിരുന്ന യാത്രക്കാരൻ എന്നോട് പറഞ്ഞത്. എന്നെ അതിശയപ്പെടുത്തിയത് ഞാൻ യാത്ര ചെയ്ത കമ്പാർട്ട്മെൻറ്റിലെ പകുതിയിലധികം യാത്രക്കാർ ബോറ ഗുഹയിലേക്ക് പോകാൻ ഈ സ്റ്റേഷനിൽ ഇറങ്ങി എന്നുള്ളതാണ്. അരക്കുവാലിയിലേക്കുള്ള ടിക്കറ്റ് എടുത്തതിനാൽ ഞാൻ എൻ്റെ പ്രയാണം തുടർന്നു. ടിക്കറ്റ് എടുക്കുമ്പോൾ ബോറ ഗുഹയിൽ പോകുന്ന സ്റ്റേഷൻ വഴിയാണ് ട്രെയിൻ പോകുന്നത് എന്ന് എനിക്കറിയില്ലായിരുന്നു. ഇവിടെ നിന്നുമാണ് റെയിൽവേ ലൈനിലെ ഹെയർപിൻ വളവുകൾ ആരംഭിക്കുന്നത്. ദൂരെ കാണുന്ന മലയടിവാരത്തിലേക്ക് ഒരു U-ടേൺ എടുത്ത് ഈ ട്രെയിൻ എത്തും. റെയിൽവേ ലൈനിൽ നിർമ്മാണ ജോലികൾ നടക്കുന്നത് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാം.
സെപ്റ്റംബർ ടു ഫെബ്രുവരിയാണ് ഇവിടുത്തെ ടൂറിസം സീസൺ എന്ന് പറയുന്നു. എങ്കിലും നവംബർ, ഡിസംബർ, ജനുവരി 3 മാസങ്ങൾ മാത്രമാണ് സഞ്ചാരികൾക്ക് ഏറ്റവും നല്ല ദൃശ്യവിരുന്ന് ലഭിക്കുക. ഈ ചെറിയ കാലഘട്ടത്തിലെ ടൂറിസത്തിന് വേണ്ടി ഇന്ത്യൻ റെയിൽവേ നല്ല രീതിയിൽ അവരുടെ വികസന പ്രവർത്തനങ്ങൾ ചെയ്യുന്നു. ഇവിടുത്തെ ജനങ്ങളുടെ ടൂറിസം അല്ലാതെയുള്ള ഉപജീവനമാർഗം കാപ്പി കൃഷി, നെൽകൃഷി, മാവിൻ കൃഷി എന്നിവയാണ്. മലയുടെ മുകളിലാണെങ്കിലും നെല്ലും മാങ്ങയും നല്ല പോലെ കൃഷി ചെയ്യുന്നു. ധാരാളം റെയിൽവേ ട്രാക്കുകളുള്ള ഒരു സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. സമയം 11:35. പുറപ്പെട്ടിട്ട് 4 മണിക്കൂർ. ഇതായിരിക്കും അരക്ക് റെയിൽവേ സ്റ്റേഷൻ. കാണാൻ ഭംഗിയുള്ള ഒരു ചെറിയ റെയിൽവേ സ്റ്റേഷൻ അരഗു. ഇവിടെ നിന്നും മുമ്പോട്ട് യാത്രക്കാർ ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. ഞാൻ ശ്രദ്ധിച്ച എൻ്റെ കൂടെ ഇരുന്ന എല്ലാ യാത്രക്കാരും ഇവിടെ ഇറങ്ങി. ഒരു ഹിൽ സ്റ്റേഷൻ എന്നാൽ അല്പം തണുപ്പും മൂടൽമഞ്ഞും എല്ലാം പ്രതീക്ഷിച്ചു. കേരളത്തിൽ ജീവിച്ച് മൂന്നാറും വാഗമണ്ണും ഊട്ടിയും കൊടൈക്കനാലും കണ്ട എനിക്ക് ഇതൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് തോന്നിയില്ല. അരഗു റെയിൽവേ സ്റ്റേഷൻ്റെ പ്രവേശന കവാടത്തിൽ ഒരു മീറ്റർ ഗേജ് ഇൻസ്പെക്ഷൻകാർ കാഴ്ചയ്ക്കായി നിർത്തിയിരിക്കുന്നു. അരഗു റെയിൽവേ സ്റ്റേഷനിൽ നിന്നും 6ഓളം പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ കാണാൻ ടാക്സിക്കാർ 3000 രൂപയാണ് ചോദിക്കുന്നത്. അതല്പം കൂടുതലല്ലേ എന്നെനിക്ക് തോന്നുന്നു. വീണ്ടും മുമ്പോട്ട് സ്റ്റേഷന് പുറത്തേക്ക് നടന്നപ്പോൾ ഒരു ചെറുപ്പക്കാരൻ പ്രസാദ്, അത്യാവശ്യം ഹിന്ദിയും ഇംഗ്ലീഷും സംസാരിക്കാൻ കഴിയും, എന്നെ സമീപിച്ചു. 1500 രൂപയ്ക്ക് എല്ലാ സ്ഥലങ്ങളിലും പോയി തിരികെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കാം എന്ന് പറയുന്നു. അല്പം വിലപേശൽ കഴിഞ്ഞപ്പോൾ 1200 രൂപയ്ക്ക് സമ്മതിച്ചു. അരഗു വിശാഖപട്ടണം ദേശീയപാത 39. ഇന്നത്തെ ആദ്യ സഞ്ചാരി ഞാനാണെന്ന് തോന്നുന്നു. പ്രസാദ് വളരെ സന്തോഷത്തിലാണ്. ആദ്യം പോയത് ചാപ്പാറൈ എന്ന വെള്ളം കുറവുള്ള വെള്ളച്ചാട്ടത്തിലേക്ക്. പ്രവേശിക്കാൻ ഒരാൾക്ക് 50 രൂപ ടിക്കറ്റ് എടുക്കണം. ഒന്ന് ആലോചിച്ചു നോക്ക്, മനോഹരമായ ഈ പടികളില്ലെങ്കിൽ താഴേക്ക് ഇറങ്ങുന്ന ഈ ഭാഗം എങ്ങനെയിരിക്കും? ഒരു ചരിഞ്ഞ മൺപാത. മഴക്കാലത്ത് തെന്നി വീഴാനും സാധ്യതയുണ്ട്. ഇവിടെയാണ് ആന്ധ്രാപ്രദേശ് വിനോദസഞ്ചാര വകുപ്പ് സഞ്ചാരികൾക്ക് പ്രാധാന്യം കൊടുക്കുന്നത്. മിച്ചമുള്ള കരഭാഗങ്ങൾ മനോഹരമായ ഒരു ഉദ്യാനമാക്കി മാറ്റിയിരിക്കുന്നു. വിശ്വാസത്തിൻ്റെ ഭാഗമായി എല്ലാ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും ചെറുതെങ്കിലും ഒരു ക്ഷേത്രമുണ്ടായിരിക്കും. ക്ഷേത്രത്തിന് മുകളിൽ തെലുഗിൽ എഴുതിയിരിക്കുന്നത് വായിക്കാൻ സാധിക്കാതെ അങ്ങനെ നിൽക്കുമ്പോൾ മറ്റൊരു സഞ്ചാരി എനിക്ക് പറഞ്ഞു തന്നു, ചാപ്പാറൈ ജലതരംഗിണി മത്സ്യകന്യക എന്നാണ് എഴുതിയിരിക്കുന്നത് എന്ന്. മാറിയ കാലാവസ്ഥ കൊണ്ടായിരിക്കാം വെള്ളച്ചാട്ടം എന്ന് പറയാനൊന്നുമില്ല. വളരെ നേർത്ത ചാല് പോലെ അല്പം ജലം ഒഴുകുന്നു. അധികം സഞ്ചാരികൾ എത്തിച്ചേരുന്നതിന് മുൻപ് ഞാൻ എത്തിയതുകൊണ്ടായിരിക്കാം അപൂർവമായി ചിലരെ മാത്രമേ ഇവിടെ കാണാൻ സാധിച്ചുള്ളൂ. വളരെ വർഷങ്ങൾക്ക് മുൻപ് എപ്പോഴോ പത്രത്തിൽ വായിച്ചിരുന്നു, ശക്തിയായി വെള്ളം ഒഴുകിയിരുന്നപ്പോൾ ഈ പാറയുടെ ചരിവിലെ വെള്ളത്തിൽ
സ്കേറ്റ് ചെയ്ത സഞ്ചാരികൾ അപകടത്തിൽപ്പെട്ടിരുന്നു എന്ന്. ഈ പാറയിലാണ് ഇവിടെ വരുന്ന ചെറുപ്പക്കാരായ ടൂറിസ്റ്റുകൾ തെന്നി നീന്തി കളിക്കുന്നത്. മുകളിൽ ഇരുന്ന് കൊടുത്താൽ മാത്രം മതി വെള്ളമുള്ളപ്പോൾ താഴെ കൊണ്ടുപോകും. വെള്ളമുണ്ടായിരുന്നുവെങ്കിൽ ഞാനിപ്പോൾ നിൽക്കുന്ന ഭാഗം അപകടകരമായ സ്ഥലമായിരുന്നു. ദൂരം ഒരു പ്രശ്നമല്ല എങ്കിൽ ഭംഗി ആസ്വദിക്കാൻ മഴക്കാലത്ത് ഒരിക്കൽ കൂടി വരുന്നതായിരിക്കും നല്ലത്. Maybe another place is very good. Maybe. അരകു റെയിൽവേ സ്റ്റേഷനിൽ നിന്നും 15 കിലോമീറ്റർ ദൂരമുണ്ടായിരുന്നു ചാപ്പാറ വെള്ളച്ചാട്ടത്തിലേക്ക്. മറ്റൊരു സ്ഥലത്തേക്ക് അത്യന്തം ആവേശത്തോടെ. ഹിൽ സ്റ്റേഷനായാൽ പൈൻ ഫോറസ്റ്റ് ഉണ്ടാകും. ഞാൻ കണ്ട എല്ലാ ഹിൽ സ്റ്റേഷനുകളിലും ഒരു പൈൻ ഫോറസ്റ്റ് ഉണ്ടായിരുന്നു. അരകുവിലെ പൈൻ ഫോറസ്റ്റ്. അകത്ത് പ്രവേശിക്കാൻ ഒരാൾക്ക് 40 രൂപ പാസ്. സഞ്ചാരികളെ സ്വാഗതം ചെയ്യാൻ പൈൻ മരത്തിൽ നിർമ്മിച്ച മനോഹരമായ കവാടം. നല്ല ഉയരത്തിലുള്ള ധാരാളം പൈൻ മരങ്ങൾ. വൈകുന്നേരങ്ങളിൽ മാത്രം പ്രവർത്തിക്കുന്ന കഫ്തേരിയ, പ്രീ വെഡ്ഡിംഗ് ഫോട്ടോഷൂട്ട്, നേച്ചർ ക്യാമ്പ് തുടങ്ങിയ എല്ലാ സൗകര്യങ്ങളോടും കൂടിയ ഭൂപ്രകൃതി. വിശാഖപട്ടണത്ത് നിന്നും 130 കിലോമീറ്റർ ദൂരെ അഞ്ചോട എന്ന സ്ഥലം. ആന്ധ്രാപ്രദേശ് വനം വകുപ്പിൻ്റെ ഒരു എക്കോ ടൂറിസം കേന്ദ്രം. മൂടൽമഞ്ഞുള്ള പ്രഭാതങ്ങളിൽ ഒരു ചൂടുകാപ്പി കുടിക്കാൻ പറ്റിയ സ്ഥലം. ഗോത്രവർഗ്ഗക്കാരുടെ വനസംരക്ഷണ സമിതിക്കാണ് ഇതിൻ്റെ നിയന്ത്രണം. നേച്ചർ സ്റ്റേ അല്ലെങ്കിൽ ടെൻറ്റ് സ്റ്റേയിലേക്കുള്ള പ്രവേശന കവാടം. ഒരു പരീക്ഷണം എന്ന രീതിയിൽ 1975-76 വർഷങ്ങളിൽ നട്ടുവളർത്തിയ പൈൻമരങ്ങൾ. 2012 ഭയാനകമായ കൊടുങ്കാറ്റിൽ ഈ പൈൻമരങ്ങളിൽ നല്ലൊരു ഭാഗം നശിച്ചു എന്നാണ് അറിയുന്നത്. മൂടൽമഞ്ഞ് പുതച്ചു നിൽക്കുന്ന പൈൻ ഫോറസ്റ്റ് എന്നാണ് കേട്ടിട്ടുള്ളത്. നവംബർ, ഡിസംബർ, ജനുവരി മാസങ്ങളിൽ 10 ഡിഗ്രിയിൽ താഴെയുള്ള കാലാവസ്ഥയിൽ ദിവസവും ശരാശരി 1000-ഓളം സന്ദർശകർ എത്തിച്ചേരുന്ന സ്ഥലം. എൻ്റെ പ്രയാണത്തിനിടയിൽ കണ്ട ഒരു ചോക്ലേറ്റ് ഫാക്ടറി. അരകു വാലിയിൽ വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട സ്ഥലമാണ് പത്മപുരം ബൊട്ടാണിക്കൽ ഗാർഡൻ. കുട്ടികളെയും കൂട്ടി കുടുംബത്തോട് സമയം ചെലവഴിക്കാൻ പറ്റിയ സ്ഥലം.
കുട്ടികൾക്കുള്ള കളിസ്ഥലങ്ങളൊന്നുമില്ല, ഉള്ളത് ഒരു ടോയ് ട്രെയിൻ മാത്രം. ഓഫ് സീസണിൽ വന്നത് എന്തിന് എന്ന് ആലോചിച്ചു പോകുന്നു. വിശാഖപട്ടണത്തിൽ വന്നതിന് ശേഷം അറിഞ്ഞ സ്ഥലം, അങ്ങനെ പ്ലാൻ ചെയ്തത്. എല്ലാ സഞ്ചാരി സുഹൃത്തുക്കളോടും എൻ്റെ അഭിപ്രായം, ഹിൽ സ്റ്റേഷനുകൾ എപ്പോഴും നവംബർ, ഡിസംബർ, ജനുവരി മാസങ്ങളിൽ മാത്രം സന്ദർശിക്കുക. നിങ്ങൾക്ക് ആ കാലാവസ്ഥയെ, ആ ഭൂമിശാസ്ത്രത്തെ അടുത്തറിയാനും ആസ്വദിക്കാനും സാധിക്കും. വന്നതല്ലേ, നമുക്കൊന്ന് ചുറ്റി നടന്ന് കാണാം. അരക്കിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാണ് ഈ ട്രൈബൽ മ്യൂസിയം. വിവിധ ട്രൈബൽ വിഭാഗങ്ങളുടെ ജീവിതവും സംസ്കാരവുമായി ബന്ധപ്പെട്ടതാണ് അരക്കു വാലി. അതുകൊണ്ടായിരിക്കാം 1996 ഇവിടെ ഇങ്ങനെയൊരു ട്രൈബൽ മ്യൂസിയം നിലവിൽ വന്നത്. മ്യൂസിയത്തിൽ പ്രവേശിക്കാൻ ഒരാൾക്ക് 40 രൂപ പ്രവേശന ടിക്കറ്റ് എടുക്കണം. എല്ലാ ദിവസവും രാവിലെ 10 മണി മുതൽ വൈകിട്ട് 6 മണി വരെ മ്യൂസിയം പ്രവർത്തിക്കുന്നതാണ്. 6ഓളം ആദിവാസി ഗോത്രവിഭാഗങ്ങൾ ജീവിക്കുന്ന സ്ഥലമാണ് പ്രധാനമായും അരക്കു വാലി. ഈ മ്യൂസിയത്തിൽ അവരുടെ ജീവിത രീതി, സംസ്കാരം, തൊഴിൽ, ആഹാര രീതി എല്ലാം പ്രതിപാദിച്ചിരിക്കുന്നു. ബോട്ടിംഗ് സൗകര്യത്തോടു കൂടിയ ഒരു ചെറിയ തടാകം. ഇവിടെ കണ്ട സഞ്ചാരികൾ അധികവും ട്രെയിനിൽ എന്നോടൊപ്പം ഉണ്ടായിരുന്നവർ. ബദാം മരങ്ങൾ മാത്രം നട്ടുപിടിപ്പിച്ചിരിക്കുന്ന മനോഹരമായ ഭൂപ്രകൃതി. ജീരകക്കള്ള്, നമ്മുടെ നാട്ടിലെ ചൂണ്ടപ്പനയിൽ നിന്നും എടുക്കുന്ന കള്ള്. ഇവിടെ കള്ളെന്നതിനേക്കാൾ ഉപരി അത് എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു പാനീയമാണ്. ഇപ്പോഴത്തെ ആദിവാസി ഗോത്രങ്ങളുടെ മുൻ തലമുറകളിൽ ഉപയോഗിച്ചിരുന്ന ആയുധങ്ങളുടെയും പാത്രങ്ങളുടെയും പ്രദർശനം. ഒരു ഗോത്രസുന്ദരി എത്ര കലത്തിലാണ് ഒരേ സമയം വെള്ളം ചുമക്കുന്നത്. നമ്മുടെ നാട്ടിൽ ഇതൊക്കെ ചിന്തിക്കാൻ പോലും സാധിക്കില്ല. ഈ കെട്ടിടത്തിലാണ് ഇവിടുത്തെ ട്രൈബൽ മ്യൂസിയം പ്രവർത്തിക്കുന്നത്. ഗോത്രവിഭാഗങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ സാഹചര്യങ്ങളും വ്യക്തമായി ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നു.
ആദിവാസി സ്ത്രീകളുടെ നൃത്തരൂപത്തിൻ്റെ മാതൃകാ പ്രദർശനം. സഞ്ചാരികൾക്ക് ഇതൊരു ഫോട്ടോ പോയിൻ്റാണ്. നമ്മുടെ നാട്ടിൽ അന്യം നിന്നുകൊണ്ടിരിക്കുന്ന ഒരു വാഹനം. മുൻപ് നിങ്ങളാരെങ്കിലും കണ്ണട വയ്ക്കാത്ത മഹാത്മാഗാന്ധി സ്റ്റാച്യു കണ്ടിട്ടുണ്ടോ? പലതരത്തിലുള്ള മോഡലുകളും സ്കൾപ്ചറുകളും കടന്ന് ട്രൈബൽ മ്യൂസിയത്തിൽ നിന്നും പുറത്തേക്ക്. അരക്കുവാലിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന കാപ്പി ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും വിപണനവും ഗോത്രവിഭാഗക്കാരാൽ നടത്തപ്പെടുന്ന കോഫി മ്യൂസിയം. പ്രധാന കവാടത്തിലെത്തുമ്പോഴേക്കും ശുദ്ധമായ കാപ്പിപ്പൊടിയുടെ മണം മൂക്കിൽ കയറും. കാപ്പി കുടിക്കാത്തവരെ കുടിപ്പിക്കുന്ന അന്തരീക്ഷം. ഞാനും ഒരു കാപ്പി പരീക്ഷിച്ചു. 45 രൂപ. കാപ്പിയുടെ മണം മാത്രമല്ല, രുചിയും അറിയാം. കാരണം മധുരം നാമമാത്രമായി മാത്രമേ ചേർക്കുകയുള്ളൂ. കാപ്പി കുടിച്ച ശേഷം മുമ്പിൽ കണ്ട ഈ മുളവേലിക്കിടയിലൂടെ നടന്നു നോക്കിയതാണ്. അല്പം ദൂരത്തിൽ ചെടികൾക്കിടയിൽ നിന്ന് ഒരാൾ എന്നെ നോക്കുന്നു. ആരാണെന്നല്ലേ? ഒരു ആഞ്ജനേയ ക്ഷേത്രത്തിൽ നിന്നും ഭഗവാൻ ആഞ്ജനേയൻ. പ്രസാദിൻ്റെ വിദഗ്ധ ഡ്രൈവിങ്ങിൽ അരക്കുവാലിയിലെ എല്ലാ സ്ഥലങ്ങളും കണ്ട് തിരികെ അരകു റെയിൽവേ സ്റ്റേഷനിൽ 2:52 എന്നെ എത്തിച്ചു. വിശാഖപട്ടണത്തിലേക്കുള്ള ട്രെയിൻ 3:30. 8 മണിയോടെ എത്തിച്ചേരുമെന്ന് വിശ്വസിക്കുന്നു. ഇന്ത്യൻ റെയിൽവേ ആണ്. റെയിൽവേ സ്റ്റേഷനിൽ പ്രവേശിച്ചപ്പോൾ ഉണ്ടായ അതിശയം, രാവിലെ എന്നോടൊപ്പം ഉണ്ടായിരുന്ന 90% വിനോദസഞ്ചാരികളും എന്നെപ്പോലെ തന്നെ ചുരുങ്ങിയ സമയത്തിൽ അരകുവാലി കണ്ട് തിരികെ എത്തിയിരുന്നു. അല്പം ബോറടിപ്പിച്ചു എങ്കിലും വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. വീണ്ടും മറ്റൊരു പ്രയാണത്തിൽ കാണുന്നതുവരെ എല്ലാ സഞ്ചാരി സുഹൃത്തുക്കൾക്കും ഗുഡ് ബൈ.